എല്ലാവർക്കും മാസ്റ്റർ കീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊബേഷൻ ഓഫീസറിന്റെ ഗ്രേഡ് 2ന്റെ സോഷ്യൽ വർക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സോഷ്യോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാവരും കണ്ടാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് സോഷ്യൽ വർക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ പ്രൊബേഷൻ ഓഫീസറിൽ നിങ്ങൾക്ക് അറിയാം സോഷ്യോളജിയിൽ 40 മാർക്കും സോഷ്യൽ വർക്കിന് 40 മാർക്കും ഈക്വൽ വെയിറ്റേജ് ആണ് രണ്ട് സബ്ജക്റ്റിനും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സോഷ്യോളജി എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ സോഷ്യൽ വർക്കും കൺസിഡർ ചെയ്യണം. അപ്പൊ 2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ വർക്ക്. Which of the following is not a basic principle of social work? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഡിസിപ്ലിന്റെ ഒരു പ്രാധാന്യം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സ്കോപ്പ്, അതേപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിള്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ വർക്കിന്റെ ബേസിക് പ്രിൻസിപ്പിളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയില് സോഷ്യൽ വർക്കിന്റെ ബേസിക് പ്രിൻസിപ്പിളില് പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത് ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയും, ബി നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ സി സെൽഫ് ഡിറ്റർമിനേഷൻ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സബ്ജക്റ്റിവിറ്റി കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സബ്ജക്റ്റിവിറ്റി ആണ്. ബാക്കി മൂന്നും എന്താണ്? സോഷ്യൽ വർക്കിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. സബ്ജക്റ്റിവിറ്റി ആണ് എന്ത്? നമ്മുടെ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾ ആണ് ഒന്നാമത്തത് പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സും, രണ്ടാമത്തത് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ്, മൂന്നാമത്തത് ഇൻഡിവിജ്വലൈസേഷൻ, നാലാമത്തത് അക്സെപ്റ്റൻസ്. ഇതൊക്കെ എലാബറേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്താണ് ഇൻഡിവിജ്വലൈസേഷൻ, എന്താണ് അക്സെപ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രിൻസിപ്പിള് നമ്മുടെ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തന്നെ ഓരോ സബ്ജക്റ്റിന്റെയും പ്രിൻസിപ്പിൾസും ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് ഉള്ളത് പോലെ തന്നെയാണ് സോഷ്യൽ വർക്കിന്റെയും. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി, എന്തായിരിക്കും നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മളൊരു സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന സെൽഫ് ഡിറ്റർമിനേഷൻ എന്താണ്, ഇൻഡിവിജ്വലൈസേഷൻ എന്താണ്, ഫീലിങ്സിന്റെ എക്സ്പ്രഷൻ എങ്ങനെയൊക്കെയാണ് വരേണ്ടത്, എങ്ങനെയാണ് അക്സെപ്റ്റുകൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസിലാണ് വരുന്നത്. Then രണ്ടാമത്തത് among the 6 stages of moral development of Kohlberg, which stage has a commitment to justice with an obligation to disobey unjust rules? ടു ഡിസ്ഒബേ അൺജസ്റ്റ് റൂൾസ്. ഇവിടെ പ്രാധാന്യമുള്ളത് ഡിസ്ഒബേ അൺജസ്റ്റ് റൂൾസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റൽ തിയറിയിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേജസ്, നമ്മൾ പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആയിരിക്കും സൈക്കോളജിയിലും സോഷ്യൽ വർക്കിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചുള്ളത് മോറൽ ഡെവലപ്മെന്റ് ഒരു എലാബറേഷൻ ആണ്. 6 സ്റ്റേജസ്, ഏകദേശം 6 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിന് 6 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഏത് സ്റ്റേജിലാണ് ഡിസ്ഒബേ അൺജസ്റ്റ് റൂൾസ്? ഡിസ്ഒബേ അൺജസ്റ്റ് റൂൾസ് ഏതാന്നാണ് ചോദിക്കുന്നത്. അൺജസ്റ്റ് റൂൾസ് ഡിസ്ഒബേ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, ആ ഒരു കമ്മിറ്റ്മെന്റ്, അത് ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ സോഷ്യൽ കോൺട്രാക്ട് സ്റ്റേജ്, ഓപ്ഷൻ ബി യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ സ്റ്റേജ്, ഓപ്ഷൻ സി സെൽഫ് ഇൻട്രസ്റ്റ് ഡ്രിവൺ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഡ്രിവൺ സ്റ്റേജ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് 6 സ്റ്റേജസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്, കോൾബർഗിന്റെ ആ 6 സ്റ്റേജസ് ഏതാന്ന് മനസ്സിലാക്കണം. ആ 6 സ്റ്റേജസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും എന്തൊക്കെയാന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഏതിലാണ് അതിൽ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ എലാബറേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണ് 6 സ്റ്റേജസ് എന്ന് നോക്കാം. ഒന്നാമത്തെന്ന് പറഞ്ഞത് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്, രണ്ടാമത്തെന്ന് പറഞ്ഞത് സെൽഫ് ഇൻട്രസ്റ്റ് ആണ്, മൂന്നാമത്തത് ഇന്റർ പേഴ്സണൽ അക്കോർഡ് ആൻഡ് കൺഫോമിറ്റി ആണ്, നാലാമത്തത് അതോറിറ്റി ആൻഡ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ, അഞ്ചാമത്തത് സോഷ്യൽ കോൺട്രാക്ട് ആണ്, ആറാമത്തത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഇതാണ്
കോൾബർഗിന്റെ 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഒന്നുകൂടി പറയാം. ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്, രണ്ടാമത്തത് സെൽഫ് ഇൻട്രസ്റ്റ്, മൂന്നാമത്തത് ഇന്റർ പേഴ്സണൽ അക്കോർഡ് ആൻഡ് കൺഫോമിറ്റി, നാലാമത്തത് അതോറിറ്റി ആൻഡ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ, അഞ്ചാമത്തത് സോഷ്യൽ കോൺട്രാക്ട്, ആറാമത്തത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ഒബേ അൺജസ്റ്റ് റൂൾസ് അല്ലെ, ഡിസ്ഒബേ അൺജസ്റ്റ് റൂള്, അൺജസ്റ്റ് ആയിട്ടുള്ള റൂൾസ് ഡിസ്ഒബേ ചെയ്യുന്നത് അല്ലെ, അത് ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ സ്റ്റേജ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഫീച്ചർ ആയിരിക്കും ഡിസ്ഒബേ അൺജസ്റ്റ് റൂൾസ്. അതേപോലെ സെൽഫ് ഇൻട്രസ്റ്റ് ഡ്രിവൻ സ്റ്റേജിനും ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റിനും സോഷ്യൽ കോൺട്രാക്ടിനും ഈ സ്റ്റേജുകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മോറൽ ഡെവലപ്മെന്റ് പഠിച്ചപ്പോൾ കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ ഒക്കെ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് പഠിച്ചപ്പോൾ. അതുപോലെ തന്നെ ഈ സ്റ്റേജുകളിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഈ പ്രാവശ്യം 2019 ഈ ഒരു സ്റ്റേജ് ആണ്, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ സ്റ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് എന്തായിരിക്കും, ചിലപ്പോ വേറെ സ്റ്റേജിലുള്ള ഒരു ഫീച്ചർ തന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൾബർഗിന്റെ തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് എറിക്സൺ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഡിസ്ക്രൈബ് ഐഡന്റിറ്റി ക്രൈസിസ്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടേം എന്ന് പറയുന്നത് ഏതാണ്, ഐഡന്റിറ്റി ക്രൈസിസ് ആണ് അല്ലെ. എറിക്സനെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോഷ്യൽ വർക്ക് പഠിക്കുന്നവരും സൈക്കോളജി പഠിക്കുന്നവരൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് എറിക്സൺ എന്ന് പറയുന്നത് അല്ലെ. എറിക്സന്റെ തിയറിയും നിങ്ങൾക്കറിയാം. സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് 8 സ്റ്റേജസ് ആണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആ 8 സ്റ്റേജസിനും അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ്, ഈഗോ സ്ട്രെങ്ത്, ദെൻ അതേപോലെ തന്നെ ഒരു ക്രൈസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ക്രൈസിസ്, അദ്ദേഹത്തിന്റെ ആ 8 സ്റ്റേജസിൽ ഐഡന്റിറ്റി ക്രൈസിസ് ഏത് സ്റ്റേജിലാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എറിക്സന്റെ തിയറി പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മളൊരു ടേബിൾ ഒക്കെ വരച്ച് എറിക്സന്റെ തിയറി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി അത് വേഗം എന്ത് ചെയ്യാൻ പറ്റും, അട്രാക്റ്റീവ്ലി നമുക്കത് പഠിക്കാൻ പറ്റും എറിക്സന്റെ തിയറി. അല്ലാത്ത രീതിയിൽ നമ്മൾ ഓരോ പേജസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തിയറിയാണ് എറിക്സന്റെ തിയറി. കാരണം തിയറി സിമ്പിൾ ആണെങ്കിൽ പോലും നമുക്കത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് ടേബിളൊക്കെ വരച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യാണ്, പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ കയറുന്ന ഒരു തിയറി കൂടിയാണ് എറിക്സന്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് സ്റ്റേജ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ് അല്ലെ. ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെ, വ്യക്തിപരമായിട്ടുള്ള ഒരു ക്രൈസിസ്, അത് എപ്പോഴാണ് അനുഭവപ്പെടുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ആ ഐഡന്റിറ്റി ക്രൈസിസിൽ ഉൾപ്പെടുന്ന സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, അതിൽ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസിൽ ഉണ്ടാകുന്ന ഈഗോ സ്ട്രെങ്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് ഫിഡലിറ്റി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കോമ്പിറ്റൻസ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഹോപ്പ് ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പേർപ്പസ് ആണ്. തിയറി പഠിച്ചവർക്ക് വളരെ കൃത്യമായിട്ട് ഓരോ ഈഗോ സ്ട്രെങ്ത്തും, ഇപ്പൊ ഫിഡിലിറ്റി എവിടെയാണ് വരുന്നത്, കോമ്പിറ്റൻസ് എവിടെയാ വരുന്നത്, ഹോപ്പ് എവിടെയാ വരുന്നത്, പേർപ്പസ് എവിടെയാ വരുന്നത്, ഓരോ സ്റ്റേജ് മനസ്സിലാക്കണം. അഡോളസൻസിലാണോ, ഏർലി ചൈൽഡ്ഹുഡിലാണോ, അതോ യങ് അഡൾട്ട്ഹുഡിലാണോ, ലേറ്റ് അഡൾട്ട്ഹുഡിലാണോ ഇതൊക്കെ വരുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫിഡലിറ്റി ആണ്. അപ്പൊ ഫിഡലിറ്റി എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണെന്ന് പറഞ്ഞാൽ ഫിഡലിറ്റി ഈസ് ദ ഈഗോ സ്ട്രെങ്ത് ഓഫ് അഡോളസൻസ്. നമ്മുടെ അഡോളസൻസ് പീരീഡിലാണ് ഫിഡലിറ്റി എന്ന് പറഞ്ഞ ഈഗോ സ്ട്രെങ്ത് വരുന്നത്. അഡോളസൻസ് പീരീഡിലാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞ ഫീച്ചറും ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന എന്താണ്, അഡോളസൻസ്. നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്, ഇപ്പോൾ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് സ്റ്റേജ് നമ്മൾ പഠിക്കുമ്പോൾ, ഏതൊരാളുടെ തിയറി പഠിക്കുമ്പോൾ അഡോളസൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അഡോളസൻസിനെ ടച്ച് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് വരത്തില്ല. കാരണം അഡോളസൻസ് അത്രയും നമ്മുടെ ലൈഫിൽ, നമ്മുടെ അത്രയും ലൈഫ് സ്പാനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സ്റ്റേജ് കൂടിയാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അഡോളസൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, എല്ലാ എക്സാമിലും സൈക്കോളജിയിലാണെങ്കിൽ അങ്ങനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്ന ഒരു ഏരിയയാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അഡോളസൻസിന്റെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ ചെറിയ ആൻസേഴ്സ് ആണ്. നമുക്ക് നോക്കാം. റീഷേപ്പിംഗ്,
educating and reforming the individual's behavior, attitudes, and feelings of a antisocial nature, which have culminated into her or his incarcerated or committed to some penal institution for custody or treatment. This is a statement which describes. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? നമുക്ക് ഉത്തരം കിട്ടും. കാരണം ഇവിടെ നമുക്ക് ഈ ഉത്തരം കിട്ടാനായിട്ട് കുറച്ച് ടേംസുകൾ തന്നിട്ടുണ്ട്. ആ ടേംസ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. ആ അണ്ടർലൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇവിടെ ചോദിച്ചത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ റീഷേപ്പ് ചെയ്യുക, റീ എഡ്യൂക്കേറ്റ് ചെയ്യുക, റീഫോം ചെയ്യുക. ആണ് പറഞ്ഞത്, റീഷേപ്പ്, റീ എഡ്യൂക്കേറ്റ്, റീഫോം അല്ലെ, ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആന്റി സോഷ്യൽ നേച്ചർ അല്ലെ, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിലും ഫീലിങ്സിലും ഒക്കെ ഒരു ആന്റി സോഷ്യൽ നേച്ചർ ഉണ്ട്. ആ നേച്ചറിനൊക്കെ എന്താണ്? സം പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കസ്റ്റഡി മുഖേന എന്ത് ചെയ്യുക? അത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയെടുക്കുക. അത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിന്റെ ഉത്തരം കിട്ടും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് സോഷ്യൽ വർക്ക്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രിവെന്റീവ് സോഷ്യൽ വർക്ക്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്ഷണൽ സോഷ്യൽ വർക്ക്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ സോഷ്യൽ വർക്ക് അല്ലെ. കുറേറ്റീവും ഉണ്ട്, പ്രിവെന്റീവും ഉണ്ട്, കറക്ഷണലും ഉണ്ട്, ഡെവലപ്മെന്റിലും ഉണ്ട്. ഇപ്പൊ ഒരു കുറേറ്റീവ്, പ്രിവെന്റീവ്, കറക്ഷണൽ, ഡെവലപ്മെന്റൽ അതിന്റെയൊക്കെ അർത്ഥം, മീനിങ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ എന്താണ്? കറക്റ്റ് ചെയ്യാണ് അല്ലെ, ഒരാളുടെ സ്വഭാവത്തെ എന്ത് ചെയ്യാണ്? കറക്റ്റ് ചെയ്യാണ്. എങ്ങനെയാണ്? സം പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ ഇട്ടുകൊണ്ട് അയാളുടെ ആ ഒരു ആന്റി സോഷ്യൽ അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയറിനൊക്കെ എന്ത് ചെയ്യാണ്? മാറ്റിയെടുക്കാണ്, റീഷേപ്പ് ചെയ്യാണ്, റീ എഡ്യൂക്കേറ്റ് ചെയ്യാണ്, റീഫോം ചെയ്യാണ്, കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാണ് അല്ലെ. അയാളുടെ ആ ഒരു സ്വഭാവത്തെ, അയാളുടെ അത്രയും ആന്റി സോഷ്യലായിട്ട് അയാളുടെ നേച്ചറിനെ എന്ത് ചെയ്യാണ്? കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. എങ്ങനെയാ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്? പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. പണിഷ്മെന്റുകൾ, നമ്മുടെ ഈ കോടതി, ഇപ്പൊ ജയിലിലടക്കുക, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്താണ്? ഒരു വ്യക്തിയെ നമ്മൾ ജയിലിലടക്കുന്ന എന്തിനാണ്? അയാൾ ചെയ്ത തെറ്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ എത്തി ഒറ്റയ്ക്കുള്ള ജീവിതമൊക്കെ ആകുമ്പോൾ അയാൾക്ക് തോന്നുന്നൊരു കുറ്റബോധം അല്ലെ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അയാൾക്ക് തോന്നുന്നൊരു കുറ്റബോധം, അതായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ എന്താണ്? കറക്ഷണൽ സോഷ്യൽ വർക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോന്നും ക്വസ്റ്റ്യൻസ് വളരെ ഡീപ്പായിട്ട് നമ്മൾ വായിച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലോട്ട് പെട്ടെന്നെത്താൻ. കാരണം സോഷ്യൽ വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ, ഇപ്പോ പ്രൊബേഷൻ ഓഫീസറിന് തയ്യാറെടുക്കുന്നവരുടെ പ്രത്യേകത സോഷ്യോളജി സ്ട്രീമിലുള്ളവരുണ്ടായിരിക്കും, സോഷ്യൽ വർക്ക് സ്ട്രീമിലുള്ളവരുണ്ടായിരിക്കും, ഹിസ്റ്ററിയോ അതർ സോഷ്യൽ സയൻസ് എടുത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ സോഷ്യൽ വർക്ക് അവർ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാലും അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം എനിക്കിപ്പോ സോഷ്യൽ വർക്ക് എന്നാണ് 40 മാർക്ക്, പക്ഷെ ഞാൻ ഹിസ്റ്ററിക്കാരിയാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് സോഷ്യൽ വർക്കിൽ എനിക്ക് മാർക്ക് കിട്ടില്ല. അതല്ല ഇവിടെ നോക്കേണ്ടത്. സോഷ്യോളജി ആയാലും സോഷ്യൽ വർക്ക് ആയാലും സൊസൈറ്റിയുടെ പഠനമാണ് അല്ലെ. സോഷ്യൽ വർക്ക് എന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് അല്ലെ, എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് വളരെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് ഉത്തരങ്ങളിലോട്ട് എത്താം. അതാണ് സോഷ്യൽ വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ചില്ല, ഞാൻ സോഷ്യോളജി പഠിച്ചില്ല, അതുകൊണ്ട് എനിക്കിത് ടഫായിരിക്കും, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മളിത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്താണ്? നമുക്കിത് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന സന്ദർഭങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും. അതാണ് സോഷ്യൽ വർക്കിന്റെയും സോഷ്യോളജിയുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ രീതിയിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും കഴിയും. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദ തിയറി ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തത്. സിഗ്മണ്ട് ഫ്രോയിഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, നമുക്ക് അറിയാം അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ട്രൂ അല്ലെ, ഇറ്റ്സ് നോട്ട് ട്രൂ, ട്രൂ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദ തിയറി ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് നോട്ട് ട്രൂ, ട്രൂ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ്
ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പേഴ്സണാലിറ്റി ഡെവലപ്സ് ഫ്രം ദ ഇന്ററാക്ഷൻ എമംഗ് ഇത് ഈഗോ സൂപ്പർ ഈഗോ അല്ലെ. ഇത് ഈഗോ സൂപ്പർ ഈഗോ ആ ഒരു ടേം നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു തിയറിയാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അല്ലെ. ഇതെന്താണ്, ഈഗോ എന്താണ്, സൂപ്പർ ഈഗോ എന്താണ്? ഇപ്പോൾ സൈക്കോളജിക്കലി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസിനും അതുപോലെ അതായത് ഇപ്പോൾ കേട്ടറ്റ് പോലുള്ള എക്സാംസിനും നമ്മുടെ LP UP എക്സാമിനൊക്കെ ഈ പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഇത് ഈഗോ സൂപ്പർ ഈഗോ തിയറി അല്ലെ, സൈക്കോ അനാലിസിസ് തിയറി എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ദ ജോബ് ഓഫ് സൂപ്പർ ഈഗോ ഈസ് ടു ബാലൻസ് ദ പ്ലഷർ ഓർ അഗ്രസീവ് സീക്കിംഗ് ഡ്രൈവ്സ് ഓഫ് ഇത് വിത്ത് മോറൽ കൺട്രോൾ ഓഫ് ഈഗോ. ഈഗോനെ മോറൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു, അഗ്രസീവ് സീക്കിംഗ് ഡ്രൈവ്സ് പ്ലഷറിനെയും ബാലൻസ് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോയുടെ ജോലി. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയല്ലാത്തത്? ഇറ്റ്സ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയല്ലാത്തത്? ഇവിടെ ഓപ്ഷൻസ് 1 only, 2 only, both 1 and 2, neither 1 nor not 2 തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി രണ്ടാമത്തതാണ് തെറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇതിന്റെയും ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെയും ഇന്ററാക്ഷൻ വഴിയാണ്. നമുക്ക് എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി എന്ത് ചെയ്യുക, വളരെ ഡീപ്പായിക്കൊണ്ട് എന്താണ് ഇത്, എന്താണ് ഈഗോ, എന്താണ് സൂപ്പർ ഈഗോ, അതിന്റെ വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് പഠിക്കുക. എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുമ്പോഴാണ് ആ തിയറി നമുക്ക് മൈൻഡിൽ നിൽക്കുക. അല്ലാത്ത പക്ഷെ നമ്മളത് ബൈഹാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ആ തിയറി മനസ്സിലാവില്ല. അത് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു തിയറി നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, which one of the following is not a primary method of social work? വീണ്ടും എന്താണ്, സോഷ്യൽ വർക്കിന്റെ ബേസിക് കാര്യങ്ങളിലോട്ടാണ് വരുന്നത്. മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് അല്ലെ, മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ വർക്കിൽ പലതരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ മെത്തേഡിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പ്രൈമറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കും സെക്കൻഡറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കും. രണ്ട് രീതിയിലാണ് അതിനെ തിരിച്ചിട്ടുള്ളത്. പ്രൈമറി മെത്തേഡ് എന്നും സെക്കൻഡറി മെത്തേഡ് എന്നാണ് അതിനെ തിരിച്ചിട്ടുള്ളത്. അപ്പൊ പ്രൈമറി മെത്തേഡ് എന്താണ്, സെക്കൻഡറി മെത്തേഡ് എന്താണ്, നമ്മൾ ആദ്യം പഠിക്കണം. ദെൻ പ്രൈമറി മെത്തേഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തത് സോഷ്യൽ കേസ് വർക്കും, രണ്ടാമത്തത് സോഷ്യൽ ഗ്രൂപ്പും, മൂന്നാമത്തത് കമ്മ്യൂണിറ്റി വർക്ക് റിസർച്ചും. സോഷ്യൽ എന്നുള്ളിടത്ത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് സോഷ്യൽ കേസ് വർക്കും, രണ്ടാമത്തത് സോഷ്യൽ ഗ്രൂപ്പും, മൂന്നാമത്തത് കമ്മ്യൂണിറ്റി വർക്ക് റിസർച്ചുമാണ് പ്രൈമറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കിൽ വരുന്നത്. ദെൻ രണ്ടാമത്തത് സെക്കൻഡറി മെത്തേഡാണ്. അതിൽ വരുന്നത് സോഷ്യൽ ആക്ഷനും സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനും സോഷ്യൽ വർക്ക് റിസർച്ചുമാണ്. ഈ കണ്ട ഈ സോഷ്യൽ കേസ് വർക്ക് എന്താണ്, സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്, കമ്മ്യൂണിറ്റി വർക്ക് റിസർച്ച് എന്താണ്, ആക്ഷൻ എന്താണ്, വെൽഫെയർ എന്താണ്, സോഷ്യൽ വർക്ക് റിസർച്ച് എന്താണെന്നൊക്കെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ചോദിച്ചത് പ്രൈമറി മെത്തേഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. കേസ് വർക്ക് തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് വർക്ക് തന്നിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ തന്നിട്ടുണ്ട്, സോഷ്യൽ ആക്ഷനും തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി സോഷ്യൽ ആക്ഷൻ ആണ്. സോഷ്യൽ ആക്ഷൻ എന്താണ്, സെക്കൻഡറി മെത്തേഡ് ആണ്. അപ്പൊ പ്രൈമറി മെത്തേഡ് അല്ലാത്ത ഏത് ചോദിക്കുമ്പോൾ സോഷ്യൽ ആക്ഷൻ ആണ്, അതൊരു സെക്കൻഡറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. ഓക്കെ, ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദ അസംഷൻസ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് ഇറ്റ്. സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതില് ഫാൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എവ്രി ഹ്യൂമൻ ബീങ് ഹാസ് ഇൻഹെറന്റ് വർത്ത് ആൻഡ് ഡിഗ്നിറ്റി. എവ്രി ഹ്യൂമൻ ബീങ് ഹാസ് ഇൻഹെറന്റ് വർത്ത് ആൻഡ് ഡിഗ്നിറ്റി അല്ലെ. ദെൻ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞത് മാൻ ഈസ് ബോൺ എമോറൽ ആൻഡ് സോഷ്യൽ. ഓപ്ഷൻ സി എന്ന് പറഞ്ഞത് എവ്രി ഇൻഡിവിജ്വൽ ഈസ് നോട്ട് യുണീക്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ എന്താണ്, ചേഞ്ച് ഈസ് മോസ്റ്റ് ഡിസൈറബിൾ വെൻ ഇറ്റ് കംസ് ഫ്രം വിത്തിൻ അല്ലെ. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്, എവ്രി ഇൻഡിവിജ്വൽ ഈസ് നോട്ട് യുണീക്ക്.
അല്ലെ? എവറി ഇൻഡിവിജ്വൽ ഇസ് നോട്ട് യൂണിക്. കറക്റ്റ് ആണോ? ഒരിക്കലും അല്ല അല്ലെ? എല്ലാ ഇൻഡിവിജ്വൽസും എന്താണ്? യുണിക് ആണ്. എല്ലാവരും ഒരേപോലെയാണോ? അല്ല അല്ലെ? എല്ലാവരും വ്യത്യസ്തമായ ആളുകളാണ്. അപ്പൊ എവറി ഇൻഡിവിജ്വൽ ഇസ് നോട്ട് യുണിക്. യുണിക് അല്ല എന്നാണ് ഇവർ പറയുന്നത്. എവറി ഇൻഡിവിജ്വൽ എന്താണ്? യുണിക് അല്ല എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ എല്ലാ ഇൻഡിവിജ്വൽ യുണിക് ആണ്. എല്ലാവരും എന്താണ്? ഓരോരുത്തരും ഓരോരോ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നവരാണ് അല്ലെ? ഓരോരുത്തർക്കും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടിട്ട് എല്ലാവരും എന്താണ്? യുണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉൾക്കൊള്ളുന്നവരാണ്. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം? എവറി ഇൻഡിവിജ്വൽ ഈസ് നോട്ട് യൂണിക്. എവറി ഇൻഡിവിജ്വൽ ഈസ് നോട്ട് യൂണിക് എന്നാണ് ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം അതൊക്കെ ശരിയാണ്. ഇൻഹറന്റ് വോത്ത് ആൻഡ് ഡിഗ്നിറ്റി, മോറൽ ആണ്, സോഷ്യൽ ആണ്, പിന്നെ ചേഞ്ച് ഇസ് മോസ്റ്റ് ഡിസൈറബിൾ വെൻ ഇറ്റ് കംസ് ഫ്രം വിത്തിനിൽ, അതൊക്കെ ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യന് പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ല. ഗ്രാസ്പ് റിഫ്ലെക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാസ്പ് റിഫ്ലെക്സ് ഈസ് എ യുണിക് ഫീച്ചർ ഓഫ് ഡെവലപ്മെന്റ് ഇൻലെ. നമ്മുടെ ഡെവലപ്മെന്റ് ഫീച്ചറിൽ ഗ്രാസ്പ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? അപ്പൊ എന്താണ് ഗ്രാസ്പ് റിഫ്ലെക്സ് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞു കുട്ടിയാവുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൈപ്പത്തിയിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു വിരൽ വെക്കുകയാണെങ്കിൽ അവരിങ്ങനെ മടക്കും അല്ലെ? അവരുടെ കൈ കൊണ്ട് ഇങ്ങനെ മടക്കും. ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഗ്രാസ്പ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് ഡെവലപ്മെന്റ് സ്റ്റേജ്, നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഏതിന്റെ ഫീച്ചർ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു കുഞ്ഞുകുട്ടി അല്ലെ, ജനിച്ച ഒരു കുഞ്ഞുകുട്ടിയുടെ കൈപ്പത്തിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വിരൽ വെക്കുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ കൈ കൊണ്ട് മടക്കുന്നു അല്ലെ? അത് നമുക്കറിയാം, നമ്മളത് പരിശോധിച്ചിട്ടുണ്ടാവും. ഏകദേശം ഒരു വയസ്സ് വരെയൊക്കെ അത് പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഏതാണ്? അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് ഉറപ്പാണ് അഡൽട്ട്ഹുഡ് അല്ല, അഡോളസൻസ് അല്ല, ലേറ്റ് ആണോ ഏർലി ആണോ എന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കുഞ്ഞുകുട്ടിയാന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്? എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് ആണ് അല്ലെ? അപ്പൊ ഗ്രാസ്പ് റിഫ്ലെക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞുകുട്ടി, ആ കുഞ്ഞുകുട്ടിയുടെ കൈപ്പത്തിൽ നമ്മൾ വിരൽ വെക്കുന്ന സമയത്ത് ആ കുഞ്ഞുകുട്ടി എന്ത് ചെയ്യുന്നു? അവന്റെ കൈപ്പത്തി കൊണ്ട് നമ്മുടെ വിരലിങ്ങനെ ഹോൾഡ് ചെയ്യുന്നു അല്ലെ? ഒന്ന് പിടിക്കുന്നു. അതെന്താണ്? അത് എപ്പോഴും അവർ അങ്ങനെ ആയിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഗ്രാസ്പ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, appearance of secondary sex characteristics is associated with അല്ലെ? സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ICDS ഒക്കെ ക്ലാസ്സുകളിൽ ഹാവിംഗ് പ്ലസിന്റെ ഒക്കെ ലൈഫ് ഡെവലപ്മെന്റ് സ്പാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ലൈഫ് സ്പാനിൽ ആ ഒരു ICDS സോഷ്യൽ വർക്കിന്റെ സിലബസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫ് സ്പാനുകളെ കുറിച്ചിട്ട്. അപ്പൊ അതിൽ ഇൻഫാൻസി ഉണ്ട്, ഏർലി ചൈൽഡ്ഹുഡ് ഉണ്ട്, ലേറ്റ് ചൈൽഡ്ഹുഡ് ഉണ്ട്, അതേപോലെ തന്നെ പ്യൂബർട്ടി, അഡോളസൻസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അഡൾട്ട്ഹുഡ് ഉണ്ട്, ഓൾഡ് ഏജ് ഉണ്ട്. അങ്ങനെ പല ലൈഫ് സ്പാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലൈഫ് സ്പാനിൽ ഏതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഡൗട്ട് വരിക അഡോളസൻസ് ആണോ പ്യൂബർട്ടി ആണോ എന്നുള്ളതായിരിക്കും ഡൗട്ട് വരിക. കാരണം എന്താണ്? ബയോളജിക്കലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് അഡോളസൻസിലാണ്. പക്ഷെ പ്യൂബർട്ടിയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്യൂബർട്ടി എന്ന് പറഞ്ഞ ഋതുമതി കാലം എന്നൊക്കെ പറയില്ലേ? നമുക്ക് ആദ്യമായിട്ട് ഒരു പെൺകുട്ടികൾക്കാണെങ്കിൽ പീരിയഡ്സ് ആവുന്നത്, ആൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, ഇതൊക്കെ എന്താണ്? അതിനൊക്കെ നമ്മൾ പറയുന്നത് ബയോളജിക്കലി വരുന്ന മാറ്റങ്ങൾ പ്യൂബർട്ടിയാണ്. അഡോളസൻസിൽ പ്രധാനമായിട്ട് അവരുടെ ആ ഒരു ബയോളജിക്കൽ ചേഞ്ച് കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന സോഷ്യൽ മാറ്റങ്ങൾ ആണ് അഡോളസൻസിൽ കൂടുതലായിട്ട് പറയുന്നത്. പ്യൂബർട്ടിയിൽ ഓൺലി റിലേറ്റഡ് ദ ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ദി ഗേൾ ആൻഡ് ബോയ്, അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡറി സെക്സ്, അതായത് അതുവരെ നമുക്ക് എന്താണ് ആൺ പെൺ വ്യത്യാസം ഉണ്ടാവില്ല. പ്യൂബർട്ടി ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്നു? ആണെന്നും പെണ്ണെന്നും എന്നുള്ള വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് വരുന്നു. ഒരു സെക്കൻഡറി സെക്സ് കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടേതല്ലാത്ത വേറൊരു സെക്സ് കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് സെക്കൻഡറി സെക്സ്. അപ്പൊ അത് കാണുന്നത് പ്യൂബർട്ടിയിലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്യൂബർട്ടി ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിറ്റി awareness creation on the ill effect of drugs in a rural village is a community awareness creation on the ill effect of drug in a rural village is a
കമ്മ്യൂണിറ്റി അവയർനെസ് ക്രിയേഷൻ ഓൺ ദ ഇൽ ഇഫക്റ്റ് ഓഫ് ഡ്രഗ്സ് ഇൻ എ റൂറൽ വില്ലേജ്. ഇവിടെ ഇതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ വർക്കിന്റെ ക്യൂറേറ്റീവ് സോഷ്യൽ വർക്ക്, പ്രിവെന്റീവ് സോഷ്യൽ വർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അവിടെ നമ്മൾ പറഞ്ഞത് ഒരു വ്യക്തിയുടെ ആന്റി സോഷ്യൽ നേച്ചറിനെ നമ്മൾ പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അത് എന്ത് ചെയ്യാണ്, കറക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇവിടെ ചോദിച്ചത് ഒരു റൂറൽ വില്ലേജിൽ അല്ലെ, ഒരു ഗ്രാമീണ ഒരു പ്രദേശത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രഗിന്റെ ഇഫക്റ്റ് ഉണ്ട് അല്ലെ, അത് ആ ഒരു ഇഫക്റ്റ് കുറക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവയർനെസ്സിനോ വേണ്ടി അവർ എന്ത് ചെയ്യാണ്, ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റി ആയിട്ടാണ് പറയാ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞത് ക്രിയേറ്റീവ് ആക്ടിവിറ്റി, പ്രിവെന്റീവ് ആക്ടിവിറ്റി, റെമഡിയൽ ആക്ടിവിറ്റി, നൺ ഓഫ് ദി എബവ് ആണ്. അപ്പൊ നമുക്കറിയാം ക്രിയേറ്റീവ് ആണോ, റെമഡിയൽ ആണോ, പ്രിവെന്റീവ്. ഇത് പ്രിവെന്റീവ് ആണ് അല്ലെ, ഓപ്ഷൻ ബി പ്രിവെന്റീവ്. എന്താണ്, നമ്മൾ ആ ഡ്രഗ്സ് എന്ന് പറയുന്ന ഇൽ ഇഫക്റ്റിനെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിറ്റി അവയർനെസ് കൊടുക്കുന്നത് അല്ലെ. ആ ഒരു ഇഫക്റ്റിനെ, ആ ഒരു ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഇഫക്റ്റിനെ റൂറൽ വില്ലേജിൽ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയാ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രിവെന്റീവ് ആക്ടിവിറ്റി ആണ് അല്ലെ. നമ്മൾ തടയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എവിഡൻസ് ബേസ്ഡ് സോഷ്യൽ വർക്ക്. എവിഡൻസ് ബേസ്ഡ് സോഷ്യൽ വർക്ക് ഇൻ ദ കണ്ടംപററി സോഷ്യൽ വർക്ക് ഡിസ്കോഴ്സ് is largely conversed with regard to decision relating to it. Evidence based social work in the contemporary social work discourse is largely conversed with regard to decisions relating to ഒരു കണ്ടംപററി സോഷ്യൽ വർക്കിലെ ഒരു എവിഡൻസ് ബേസ്ഡ് സോഷ്യൽ വർക്കിന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഏതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലൂടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കൊരു പക്ഷേ ഡിഫിക്കൽട്ടി ആണ്. പക്ഷെ നമ്മൾ ഈ ടേംസ് ഫോളോ അപ്പ് എന്താണ്, ടെർമിനേഷൻ എന്താണ്, ഇന്റർവെൻഷൻ എന്താണ്, ഇവാലുവേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഈ ടേംസുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്റർവെൻഷൻ ആണ് അല്ലെ. ഇന്റർവെൻഷൻ ഒരു കടന്നുകയറ്റം, ഇന്റർവെൻഷൻ. പക്ഷെ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഇന്റർവെൻഷൻ. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് കണ്ടംപററി സോഷ്യൽ വർക്കിലെ എവിഡൻസ് ബേസ്ഡ് സോഷ്യൽ വർക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഏതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലൂടെയാണ്, ഇന്റർവെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് മനസ്സിലാക്കാം. ദെൻ അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ സ്റ്റേജസ് ഇൻ ദ സോഷ്യൽ കേസ് വർക്ക്. അറേഞ്ച് ദ സ്റ്റേജസ് ഇൻ ദ സോഷ്യൽ കേസ് വർക്ക് ഇൻ കറക്റ്റ് ഓർഡർ. അറേഞ്ച് ദ സ്റ്റേജസ് ഇൻ ദ സോഷ്യൽ കേസ് വർക്ക് ഇൻ കറക്റ്റ് ഓർഡർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, സോഷ്യൽ കേസ് വർക്കിന്റെ ആ ഒരു സ്റ്റേജസിനെ നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കി അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. കറക്റ്റ് ഓർഡർ ആക്കി. ഇപ്പൊ നമ്മൾ സോഷ്യൽ കേസ് വർക്ക് എന്താന്ന് നോക്കണം. അതേപോലെ തന്നെ അതിന്റെ സ്റ്റേജസ് എന്താണെന്ന് നമ്മളിവിടെ പഠിച്ചു വെക്കണം. സോഷ്യൽ കേസ് വർക്ക് എന്താന്ന് ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ സ്റ്റേജസ് എന്ത് ചെയ്യണം, നമുക്കത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അറേഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് സോഷ്യൽ കേസ് വർക്ക് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ മെത്തേഡ് എംപ്ലോയ്ഡ് ബൈ സോഷ്യൽ വർക്കേഴ്സ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് find a solution to problems of social adjustment which they are unable to handle in a satisfactory way by their own effort. It is a method employed by social workers. It is a method employed by social workers to help individuals find a solution to problems of social adjustment which they are unable to handle in a satisfactory by their own effort. ഒരു സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഒരു ഇൻഡിവിജ്വലിന് വന്നു കഴിഞ്ഞാൽ അവനത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവന്റെ എഫേർട്ടിൽ അതിനൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ആ സമയത്ത് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ ഹെൽപ്പ് ഒരു ഇൻഡിവിജ്വൽ തേടുക. അതിനെയാണ് എന്ത് പറയുന്നത്, സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഒരു വ്യക്തിക്ക് ഉണ്ടായി, അവൻ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവന്റെ എഫേർട്ടിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, സാറ്റിസ്ഫാക്ടറിലി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ആ സമയത്ത് അതിനൊരു പരിഹാരം കണ്ടെത്താൻ അവൻ എന്ത് ചെയ്യുന്നു, സോഷ്യൽ വർക്കേഴ്സിന്റെ ഹെൽപ്പ് തേടുന്നു. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ചോദിച്ചുള്ളത് സോഷ്യൽ കേസ് വർക്കിന്റെ സ്റ്റേജസിന്റെ അറേഞ്ച്മെന്റുകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഈ സ്റ്റേജസുകളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റേജസ് എന്ന് നോക്കാം. 6 സ്റ്റേജസ് ആണുള്ളത്. ക്ലിനിക്കൽ എക്സ്പ്ലോറേഷൻ ഓഫ് പ്രോബ്ലംസ്, അസസ്മെന്റ്, ഇൻടേക്ക് ആൻഡ് റാപ്പോർട്ട് ബിൽഡിംഗ്, ഇന്റർവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, ഫോളോ അപ്പ് ആൻഡ് ടെർമിനേഷൻ അല്ലെ. ക്ലിനിക്കൽ എക്സ്പ്ലോറേഷൻ ഓഫ് പ്രോബ്ലംസ്, അസസ്മെന്റ്, ഇൻടേക്ക് ആൻഡ് റാപ്പോർട്ട് ബിൽഡിംഗ്, ഇന്റർവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, ഫോളോ അപ്പ് ആൻഡ് ടെർമിനേഷൻ. ആൻസർ എന്ന് പറയുന്നത് എ ആണ് അല്ലെ. നമുക്കിത് കുറെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം മനസ്സിലാവും. ആൻസർ എയിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് മൂന്നാമത്താണ്, ഇൻടേക്ക് ആൻഡ് റാപ്പോർട്ട് ബിൽഡിംഗ് അല്ലെ. റാപ്പോർട്ട് ബിൽഡിംഗിൽ ഒരു റിപ്പോർട്ട്, നമ്മളൊരു പ്രശ്നത്തെ ഏറ്റെടുക്കുന്നു, അതിനൊരു റിപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നു. പിന്നെ ഒന്നാണ് പറയുന്നത് ക്ലിനിക്കൽ എക്സ്പ്ലോറേഷൻ ഓഫ് പ്രോബ്ലംസ്, ആ പ്രോബ്ലംസിന്റെ ക്ലിനിക്കൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നു. 3, 1 കഴിഞ്ഞ 2 അസസ്മെന്റ് നടത്തുന്നു. പിന്നെ 4 അതിനെ ഇന്റർവേറ്റ് ചെയ്യുന്നു, അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, പിന്നെ അതിനെ നിന്നു മോണിറ്റർ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ ഫോളോ അപ്പ് നടത്തുന്നു, അതിന്റെ ടെർമിനേഷൻ നടത്തുന്നു. ഒരു സോഷ്യൽ കേസ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ എടുക്കുന്നത്, അതിനെങ്ങനെയാണ് പരിഹരിക്കുന്നത്. ഇതാണ് അതിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എമംഗ് ദ ഫോളോയിങ് ടേംസ് വിച്ച് വൺ ഈസ് നോട്ട് ഡയറക്ട്ലി റെഫേർഡ് ടു ദ കോമ്പണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. അപ്പൊ ഇവിടെ അടുത്ത് നോക്കേണ്ടത് കോമ്പണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആണ്. സോഷ്യൽ കേസ് വർക്കിന്റെ സ്റ്റേജസ് നോക്കണം നമ്മൾ. എന്താണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് നോക്കണം നമ്മൾ പറഞ്ഞു. അതിന്റെ സ്റ്റേജസ് നോക്കണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? അതിന്റെ കോമ്പണൻസ്, സോഷ്യൽ കേസ് വർക്കിന്റെ കോമ്പണൻസ് എന്താന്ന് നോക്കണം. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ സോഷ്യൽ കേസ് വർക്കിന്റെ കോമ്പണൻസിൽ ഡയറക്ട്ലി റെഫർ ചെയ്യാത്ത ടേംസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ക്ലൈന്റ്, ഓപ്ഷൻ ബി പ്രോബ്ലം, ഓപ്ഷൻ സി പ്ലേസ്, ഓപ്ഷൻ ഡി പെർസെപ്ഷൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി പെർസെപ്ഷൻ ആണ്. ക്ലൈന്റ്, പ്രോബ്ലം, പ്ലേസ്, പ്രോസസ്സ്, ഇതാണ് അതിന്റെ സ്റ്റേജ്, അതിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. പെർസെപ്ഷൻ അല്ല, പ്രോസസ് ആണ്. ക്ലൈന്റും പ്രോബ്ലം, പ്ലേസും അതേപോലെ തന്നെ പ്രോസസ്സും, ഇതാണ് സോഷ്യൽ കേസ് വർക്കിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. പെർസെപ്ഷൻ അല്ല, ഡയറക്ട്ലി റെഫർ ചെയ്യുന്ന ഒന്നല്ല. പെർസെപ്ഷൻ ഡയറക്ട്ലി റെഫർ ചെയ്യുന്ന ഒന്ന് അല്ല. ഓക്കെ, then 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് which theory is used in case work to develop a holistic view of individuals within an environment and is best applied to situation where several systems inextricably connect and influence one another. നമ്മൾ ക്വസ്റ്റ്യൻ 2, 3 തവണ വായിക്കുക, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. ഏത് തിയറിയാണ്? which theory is used in case work to develop a holistic view of individuals within an environment and is best applied to situations where several systems inextricably connect and influence one another. ഒരു പരിസ്ഥിതിക്കുള്ളിൽ, അതായത് ഒരു എൻവയോൺമെന്റിനുള്ളിൽ വ്യക്തികളുടെ ഒരു സമഗ്രമായിട്ടുള്ള വീക്ഷണം വികസിപ്പിക്കുക, അതേപോലെ തന്നെ നിരവധി സിസ്റ്റമുകൾ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ട് ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തിയറി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരു എൻവയോൺമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികളുടെ സമഗ്രമായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് വ്യൂ എന്ത് ചെയ്യുന്നുണ്ട്? വികസിപ്പിക്കുന്നുണ്ട്. നിരവധി വിവിധ സിസ്റ്റംസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർഎക്സിക്കബിളി കണക്ട് അല്ലെ, അഭേദ്യമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് ഏത് തിയറി എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് സൈക്കോ ഡൈനാമിക്, ഈ ഓരോ മോഡൽസ് പഠിച്ചൊരു വ്യക്തിക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സൈക്കോ ഡൈനാമിക് മോഡലാണോ, ജനറൽ സിസ്റ്റം മോഡലാണോ, ബിഹേവിയർ മോഡലാണോ, സൈക്കോ സോഷ്യൽ മോഡലാണോ? സൈക്കോ സോഷ്യൽ അല്ല, ബിഹേവിയർ അല്ല. കാരണം നമുക്ക് ഇത് സ്വഭാവമാണ്, ഇത് സോഷ്യൽ ആണ് പറയും. ഇത് രണ്ടിലുമായിരിക്കും നമുക്ക് ഡൗട്ട് ഉണ്ടാവുക. പഠിച്ച ഒരാൾക്കാണെങ്കിൽ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ജനറൽ സിസ്റ്റം മോഡൽ ആണെന്ന് മനസ്സിലാക്കാം. കാരണം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും എന്താണ് ഒരു വ്യക്തിയുടെ എൻവിയോൺമെന്റ് ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള സമഗ്രമായ വീക്ഷണം വികസിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിരവധി സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് പരസ്പരം അഭേദ്യമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കൊരു ഒരു ജനറൽ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ജനറൽ സിസ്റ്റം മോഡലാണ്. ആൻസർ ബി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. An adult who demonstrates a behavior of earlier stage of developmental rather
rather than handling unacceptable impulses in a more adult way is an example of. Question ഒന്നുകൂടി വായിക്കാം. An adult who demonstrate a behavior. An adult who demonstrate a behavior of earlier stage of developmental rather than handling unacceptable impulses in a more adult way is an example of. അല്ലെ, എന്താണ് ഒരു അഡൽട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, അവരുടെ ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു എന്തിനേക്കാട്ടിൽ കൂടുതൽ ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് റാദർ ദാൻ ഹാൻഡ്ലിങ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് അല്ലെ. അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെക്കാട്ടിലും അവന്റെ ഏർലി സ്റ്റേജസിന്റെ ഒരു ബിഹേവിയർ അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ഇമ്പൾസ് ഇൻ എ മോർ അഡൾട്ട് വേ, അവൻ എന്ത് ചെയ്യുന്നു, അത് കുറച്ചുകൂടി അഡൾട്ട് ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് ഇമ്പൾസ് ചെയ്യുന്നു. അപ്പൊ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്നാണ് പറയുന്നത്. റാഷണലൈസേഷൻ ആണോ, റിഗ്രഷൻ ആണോ, ഐഡന്റിഫിക്കേഷൻ ആണോ, ഇൻട്രോജെക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണ് ഈ പറയുന്ന ടേംസുകളൊക്കെ എന്ത് ചെയ്യണം, റാഷണലൈസേഷൻ, റിഗ്രഷൻ, ഐഡന്റിഫിക്കേഷൻ, ഇൻട്രോജെക്ഷൻ, ഈ ടേംസുകൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റിഗ്രഷൻ ആണ്. ഓപ്ഷൻ ബി റിഗ്രഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which model of casework emphasizes on the idea that humans have the freedom to make sense of their lives? ഇവിടെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കാരണം ഇവിടെ എന്താണ്, ഒരു ടേം ഹ്യൂമൻസ് എന്ന് പറഞ്ഞ ടേം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹ്യൂമൻസ് ഹാവ് ദ ഫ്രീഡം ടു മേക്ക് സെൻസ് ഓഫ് ദെയർ ലീവ്സ്. അവരുടെ ലീവ്സുമായി ബന്ധപ്പെട്ട ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഫ്രീഡം ഹ്യൂമൻസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏത് മോഡലാണ്, കേസ് വർക്കിൽ ഏത് മോഡലാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാൽ ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷൻ മോഡൽ, ബിഹേവിയർ മോഡൽ, സൈക്കോ ഡൈനാമിക് മോഡൽ, സൈക്കോ സോഷ്യൽ മോഡൽ. ഹ്യൂമൻസ് എന്ന് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം കിട്ടും ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷൻ മോഡൽ. അത് നമുക്ക് എന്ത് ചെയ്യാണ്, കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ബാക്കിയുള്ളതിലൊന്നും ഹ്യൂമൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകുന്നത്. പക്ഷെ ഓപ്ഷൻസിൽ മറ്റൊരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അങ്ങനെ വേറെ എന്തെങ്കിലും ടേംസ് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ എന്ത് ചെയ്യണം, എന്താണ് ഹ്യൂമനിസ്റ്റിക് മോഡൽ എന്നും, എന്താണ് ബിഹേവിയർ മോഡൽ, എന്താണ് സൈക്കോ ഡൈനാമിക് മോഡൽ, എന്താണ് സൈക്കോ സോഷ്യൽ മോഡൽ എന്ന് കൃത്യമായിട്ട് പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് മോഡൽസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് ഇതിന് പുറമെയുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈക്കോ ഡൈനാമിക് മോഡൽ ഉണ്ട്, ബിഹേവിയറൽ മോഡൽ ഉണ്ട്, സൈക്കോ സോഷ്യൽ മോഡൽ ഉണ്ട്, ജനറൽ സിസ്റ്റം മോഡൽ ഉണ്ട്, ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷൻ മോഡൽ ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് മോഡൽ ഉണ്ട്, സൊല്യൂഷൻ ഫോക്കസ്ഡ് മോഡൽ ഉണ്ട്, ക്രൈസിസ് ഇന്നോവേഷൻ മോഡൽ ഉണ്ട്. ഇതിൽ നമ്മൾ സൈക്കോ ഡൈനാമിക്, ബിഹേവിയർ, സോഷ്യൽ, ജനറൽ സിസ്റ്റം, ഹ്യൂമനിസ്റ്റിക്, ഇത്രയും സാധനം നമുക്ക് ഓപ്ഷനിൽ കണ്ടു പരിചയമുണ്ട്. ഇതൊന്നും നമ്മൾ ഓപ്ഷനിൽ കണ്ടിട്ടില്ല അല്ലെ, ഈ മൂന്നെണ്ണം. അപ്പൊ എന്താ ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഓരോ ക്വസ്റ്റ്യൻസ് വരില്ല. നമുക്ക് ഇപ്പൊ ഏകദേശം രണ്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റി, സോഷ്യൽ കേസ് വർക്കിന്റെ മോഡൽസ് നമുക്ക് നമ്മൾ കണ്ടു. ആ രണ്ട് ഉത്തരത്തിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും മോഡൽസ് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് വിത്ത് എക്സാമ്പിൾ നമ്മൾ കറക്റ്റ് പഠിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. Then 17th question ആണ്, the social workers obligation not to disclose information to anyone provided by the client is called. ഒരു സോഷ്യൽ വർക്കറിന്റെ ഒരു ഡ്യൂട്ടിയാണ് പറയുന്നത്. ഒരു സോഷ്യൽ വർക്കർ ക്ലയന്റ് തന്നോട് പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളോടും പറയില്ല. ആ ഒരു സാധനം അല്ലെ, ആ പറയില്ല എന്ന് പറഞ്ഞത് എന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഒരു ക്ലയന്റ് അവന്റെ എല്ലാ വിഷമങ്ങളും പറയണം. ആ പറയുന്ന സമയത്ത് അത് എന്തുമായി ബന്ധപ്പെട്ടാണ്, നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അക്സെപ്റ്റൻസ് ആണോ, പ്രൈവസി ആണോ, കോൺഫിഡൻഷ്യാലിറ്റി ആണോ, സെൽഫ് ഡിറ്റർമിനേഷൻ ആണോ? ഓഫ്കോഴ്സ് പ്രൈവസി ആണല്ലേ, അത് അയാളുടെ പ്രൈവസിയാണ്. പ്രൈവസിയിലുള്ള കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ വർക്കിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചിലപ്പോ മെന്റൽ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് സോഷ്യൽ വർക്കറിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നാവാം. അത് അയാളുടെ പ്രൈവസിയാണ്. അതൊരിക്കലും സോഷ്യൽ വർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് വിടാൻ പാടില്ല. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, പ്രൈവസി ആണ്. Then അടുത്തത്, which among the following is the best strategy to deal with counter transference? ഇവിടെ നോക്കേണ്ട പോയിന്റ് ആണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. എന്താണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഡീൽ ചെയ്യാനുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അതിന്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ എന്താണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫറൻസ്
ഓഫ് എ തെറാപ്പിസ്റ്റ് പേഴ്സണൽ തോട്ട് ആൻഡ് ഫീലിങ്സ് ഓൺ ടു എ ക്ലയന്റ്. ഇപ്പോ നമ്മളൊക്കെ ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അധ്യാപകർ അവരുടേതായിട്ടുള്ള ഫീലിങ്സ് നമ്മളോട് പറയും അല്ലെ, അവർ അനുഭവിച്ച കാര്യങ്ങള്, അവരുടെ അധ്യാപകരുടെ കാര്യങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ് പറയും. എന്തിനാണ്? നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കാനല്ലേ. അതേപോലെ ഒരു തെറാപ്പി നടക്കുന്ന സമയത്ത് ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, സോഷ്യൽ വർക്കർ എന്ത് ചെയ്യുന്നു, തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ക്ലയന്റിനോട് പറഞ്ഞിട്ട് ക്ലയന്റിനെ എന്ത് ചെയ്യുന്നു, കൂളാക്കാൻ നോക്കുന്നു. അതിനെയാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഡീൽ ചെയ്യാൻ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ബെസ്റ്റ് സ്ട്രാറ്റജി ഏതാണെന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഉത്തരം കിട്ടും. റെഫറൽ ആണ് അല്ലെ, റെഫർ ചെയ്യുക അല്ലെ, റെഫർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ ഈ പറയുന്ന ആളുടെ തന്നെ വേണ്ട, വേറൊരാളുടെ, എന്റെ ബന്ധു ഉണ്ടായിരുന്നു ഇങ്ങനെയാണ്, അതുകൊണ്ട് നിന്റെ പ്രശ്നം ഇതൊന്നുമില്ല, അത് കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞ് നമ്മളൊരു കൂളാക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ കഴിയും. അപ്പൊ ബാക്കിയുള്ള ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്താന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉത്തരം റെഫറൽ ആണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതിനടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് വൺ ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വൈഡ് ട്രക്കർ. സോഷ്യൽ വർക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ട്രക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രക്കറിന്റെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിളില് കൺസിഡർ ചെയ്യാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ അദ്ദേഹം ഒരുപാട് പ്രിൻസിപ്പിൾസ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രിൻസിപ്പിൾസ് ട്രക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ട്രക്കറിന്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. പല ആളുകളുടെയും പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ട്രക്കർ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ട്രക്കർ എന്ന് പറയുന്നത് ഒന്നാമത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനഡ് ഗ്രൂപ്പ് ഫോർമേഷൻ, രണ്ടാമത്തെന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത്തെന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ വർക്കർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്, നാലാമത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ, അഞ്ചാമത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗൈഡഡ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ, ആറാമത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ, ഏഴാമത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, എട്ടാമത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസീവ് പ്രോഗ്രാം എക്സ്പീരിയൻസ്, ഒൻപതാമത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, പത്താമത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ. ഇവിടെ എന്താണ്, ഏത് അല്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഫോക്കസിങ് ഓൺ ചേഞ്ച് ആൻഡ് പോസിബിലിറ്റീസ്, ഡെമോക്രാറ്റിക് സെൽഫ് ഡിറ്റർമിനേഷൻ, ഫ്ലെക്സിബിൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, പ്രോഗ്രസീവ് പ്രോഗ്രാം എക്സ്പീരിയൻസ്. ഇത് കാണുമ്പോൾ പ്രോഗ്രസീവ് പ്രോഗ്രാം എക്സ്പീരിയൻസ്, സെൽഫ് ഡിറ്റർമിനേഷൻ, ഫ്ലെക്സിബിൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ഈ മൂന്നെണ്ണം ഈ പറഞ്ഞതിലുണ്ട്. പിന്നെ ഇതിൽ ഫോക്കസിങ് ഓൺ ചേഞ്ച് ആൻഡ് പോസിബിലിറ്റീസ് ഇതിലുണ്ടോ? ഇല്ല അല്ലെ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ, ഫോക്കസിങ് ഓൺ ചേഞ്ച് ആൻഡ് പോസിബിലിറ്റീസ് എന്താണ്, ട്രക്കറിന്റെ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രിൻസിപ്പിളിൽ പെടാത്തതാണ്, കൺസിഡർ ചെയ്യപ്പെടാത്തതാണ് ഫോക്കസിങ് ഓൺ ചേഞ്ച് ആൻഡ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Among the following authors in community organization who has written community welfare organization principle and practices എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ്? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഓതേഴ്സിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? MS ഗോർ ആണോ, മുറേ ജി റോസ് ആണോ, KD ഗൺഗ്രേഡ് ആണോ, ആർദർ ഡൻഹാം ആണോ? ആർദർ ഡൻഹാം ആണ് കമ്മ്യൂണിറ്റി വെൽഫെയർ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത്. Then 21, ബോട്ടം അപ്പ് അപ്രോച്ച് ഈസ് എ കൺസെപ്ഷൻ റിലേറ്റഡ് ടു ബോട്ടം അപ്പ് അപ്രോച്ച്. ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ വർക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. മെഗാ പ്ലാനിങ് എന്താണ്, മാക്രോ പ്ലാനിങ് എന്താണ്, മെസോ പ്ലാനിങ് എന്താണ്, മൈക്രോ പ്ലാനിങ് എന്താന്നുള്ളത്. ഇവിടെ നിങ്ങൾ മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ഒക്കെ കേട്ടിട്ടുണ്ടാകും. മാക്രോ മൈക്രോ അല്ലെ, മാക്രോ വലുത്, മൈക്രോ ചെറുത്. ഇവിടെ ബോട്ടം അപ്പ് അപ്രോച്ച് അല്ലെ, താഴെ നിന്ന് മേപ്പോട്ട് പോവുകയാണ്. അപ്പൊ മൈക്രോ പ്ലാനിങ് ആണ് അല്ലെ. എന്താണ്, സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്, ബോട്ടം അപ്പിലോട്ട് പിന്നീട് പോവാണ്. ആദ്യം ബോട്ടത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് അപ്പിലോട്ട് പോവാണ്. അപ്പൊ മൈക്രോ പ്ലാനിങ് ആണ് ഇവിടെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ മെഗാ പ്ലാനിങ് എന്താണ്, മാക്രോ പ്ലാനിങ് എന്താണ്, മെസോ പ്ലാനിങ് എന്താന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് പഠിച്ചിട്ട് വെക്കേണ്ടതായിട്ട് ഒന്നുണ്ട്. ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് ഇന്ററാക്ഷൻസ് വിത്ത് ദ മെമ്പേഴ്സ് ഈസ് നോൺ ആസ്. ദ സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ, ഗ്രൂപ്പ് ബിഹേവിയറിനെ നമ്മൾ പഠിക്കുക, അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ ഇന്ററാക്ഷൻസ് നമ്മൾ പഠിക്കുക.
ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? അപ്പൊ ഗ്രൂപ്പിന്റെ സ്വഭാവങ്ങൾ, ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ടേംസുകൾ നമ്മളിവിടെ പഠിക്കണമെന്ന് മനസ്സിലായി. ഗ്രൂപ്പ് മൊറാലെ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, കളക്റ്റീവ് ബിഹേവിയർ, ഗ്രൂപ്പ് കൊഹീഷൻ, ഇത്രയും ടേംസുകൾ എന്താന്ന് നമ്മൾ നോക്കണം. ഇവിടെ ആൻസർ ബി ആണ്, ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഗ്രൂപ്പ് മൊറാലെ എന്താണ്, ഗ്രൂപ്പ് നോംസ് എന്താണ്, ഗ്രൂപ്പ് കൊഹീഷൻ എന്താണ്, ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണെന്ന്. ഗ്രൂപ്പ് മൊറാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പ് മൊറാലെ റിഫ്ലക്ട് ദ ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ജനറൽ ആറ്റിറ്റ്യൂഡിനെയാണ് ഗ്രൂപ്പ് മൊറാലെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ജനറൽ ആറ്റിറ്റ്യൂഡിനെയാണ് ഗ്രൂപ്പ് മൊറാലെ റിഫ്ലക്ട് ചെയ്യുന്നത്. ദെൻ ഗ്രൂപ്പ് നോംസ്. ഗ്രൂപ്പ് നോംസ് എന്താണ്? ദ ടേം ഗ്രൂപ്പ് നോംസ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് എക്സ്പെക്ടേഷൻ ആൻഡ് റൂൾസ് ദാറ്റ് ഗൈഡ് ബിഹേവിയർ വിത്തിൻ എ ഗ്രൂപ്പ് ആൻഡ് ഫോസ്റ്റർ എ സെൻസ് ഓഫ് ഐഡന്റിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. തന്റെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു സെൻസ് ഓഫ് ഐഡന്റിറ്റി ഫോസ്റ്റർ ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ ബിഹേവിയർ ഗൈഡ് ചെയ്യുക, സം സെറ്റ് ഓഫ് എക്സ്പെക്ടേഷൻ റൂൾസ് ഒക്കെ റെഫർ ചെയ്യുക. അതിനെയാണ് ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് കൊഹീഷൻ എന്താണ്? എ ഹൈലി കൊഹസീവ് ടീം വർക്ക് കൊളാബറേറ്റീവ്ലി ടുവാർഡ് കോമൺ ഗോൾസ്, കമ്മ്യൂണിക്കേറ്റ്സ് ഇഫക്റ്റീവ്ലി ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട് കൺസ്ട്രക്റ്റീവ്ലി ബൈ മെയിൻറ്റെയിനിങ് എ യൂണിഫൈഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഒരു യൂണിഫൈഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നു, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കോമൺ ഗോളിലോട്ട് എത്തുന്നു. അത്തരത്തിലൊരു ടീം വർക്കിനെയാണ് എന്ത് പറഞ്ഞത്? ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് ഡൈനാമിക്സ്. Group dynamics refers to the patterns of behavior and interpersonal relationship within a group. ഒരു ഗ്രൂപ്പിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും പാറ്റേൺസ് ഓഫ് ബിഹേവിയറും റെഫർ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. നമ്മളിവിടെ പറഞ്ഞതും അതായിരുന്നു അല്ലെ, ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെ, അതിന്റെ ഇന്ററാക്ഷൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ് അതിന്റെ ആൻസർ. അപ്പോൾ ഗ്രൂപ്പ് മൊറാലെ എന്താണ്, ഗ്രൂപ്പ് കൊഹിഷൻ എന്താണ്, ഗ്രൂപ്പ് നോംസ് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ പഠിച്ചു വെച്ചാൽ മാത്രമേ, വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഗ്രൂപ്പ് മൊറാലെ എന്താന്ന് നോക്കുക, ഗ്രൂപ്പ് നോംസ് എന്താന്ന് നോക്കുക, ഗ്രൂപ്പ് കൊഹിഷൻ നോക്കുക, ഗ്രൂപ്പ് ഡൈനാമിക്സ് നോക്കുക. അതിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെക്കുക. ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് is most effective that helps person to enhance their social functioning through purposeful collective experiences and to cope more effectively with their personal, group or community problems. അല്ലെ, വിച്ച് മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്, സോഷ്യൽ വർക്കിന്റെ ഒരു മെത്തേഡ് ആണ് ചോദിക്കുന്നത്, നമ്മൾക്ക് മനസ്സിലാക്കാം. വിച്ച് മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, ദാറ്റ് ഹെൽപ്പ് പേഴ്സൺ ടു എൻഹാൻസ് ദെയർ സോഷ്യൽ ഫങ്ഷനിങ് ത്രൂ പർപ്പസ്ഫുൾ കളക്റ്റീവ് എക്സ്പീരിയൻസ്. പർപ്പസ്ഫുൾ കളക്റ്റീവ് എക്സ്പീരിയൻസിലൂടെ അവന്റെ സോഷ്യൽ ഫങ്ഷനിങ് എൻഹാൻസ് ചെയ്യാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നു. അതേപോലെ തന്നെ ആൻഡ് ടു കോപ്പ് മോർ ഇഫക്റ്റീവ്ലി വിത്ത് ദെയർ പേഴ്സണൽ, ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ്. കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ്, പേഴ്സണൽ പ്രോബ്ലംസ് വളരെ ഇഫക്റ്റീവ് ആയിക്കൊണ്ട് കോപ്പപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏത് മെത്തേഡ്, സോഷ്യൽ വർക്കിന്റെ ഏത് മെത്തേഡ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്? എന്താണ് അവന്റെ സോഷ്യൽ കളക്റ്റീവ് എക്സ്പീരിയൻസ്, ആ ടേംസ് നോക്കണം. കളക്റ്റീവ് എക്സ്പീരിയൻസിലൂടെ സോഷ്യൽ, ഒരു പർപ്പസ്ഫുൾ കളക്റ്റീവ് എക്സ്പീരിയൻസിലൂടെ സോഷ്യൽ ഫങ്ഷനിങ് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നു. കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ്, പേഴ്സണൽ പ്രോബ്ലംസ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് കോപ്പപ്പ് ചെയ്യാൻ കഴിയുന്നു. സ്വാഭാവികമായിട്ട് കളക്റ്റീവ് എക്സ്പീരിയൻസ്, കളക്ഷൻ ആണല്ലോ, ഒരുപാട് കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മളൊരു കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മൾ ആ പ്രശ്നം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്ന തീരുമാനത്തെക്കാട്ടും നല്ലൊരു ബെസ്റ്റ് തീരുമാനം ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും ഇവിടെ ഉത്തരം എന്താണ്? സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ് അല്ലെ, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. സോഷ്യൽ കേസ് വർക്ക് അല്ല, സോഷ്യൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അല്ല, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അല്ല, സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ടേംസിൽ നിന്ന് ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ. Then 24ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മോഡൽ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ ഡിസ്ഫങ്ഷൻ ആൻഡ് യൂട്ടിലൈസ് ഗ്രൂപ്പ് ആസ് എ കോണ്ടെക്സ്റ്റ് ആൻഡ് മീൻസ് ഫോർ ഓൾട്ടറിങ് ഡീവിയന്റ് ബിഹേവിയർ. വിച്ച് മോഡൽ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മോഡൽ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ മോഡലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചോദിച്ചത് മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കാണ്, ഇവിടെ ചോദിച്ചത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ മോഡലാണ്. ഏത് മോഡലാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഏത് മോഡലാണ് ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ ഡിസ്ഫങ്ഷൻ, ഇൻഡിവിജ്വൽ ഡിസ്ഫങ്ഷനെയും അതേപോലെ തന്നെ യൂട്ടിലൈസ് ഗ്രൂപ്പ് ആസ് എ കോണ്ടെക്സ്റ്റ്,
ഗ്രൂപ്പിനെ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഓൾട്ടറിങ് ഡീവിയൻ ബിഹേവിയറിനെ മീൻ ചെയ്യുന്നതും ഏത് മോഡലാണ്? സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഏത് മാതൃകയാണ്? അതായത് സോഷ്യൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഏത് മാതൃകയാണ് വ്യക്തിഗത അപര്യാപ്തത, അതായത് ഇൻഡിവിജ്വൽ ഡിസ്ഫങ്ഷൻ, വ്യക്തിഗത അപര്യാപ്തതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വ്യതിചലിക്കുന്ന സ്വഭാവം മാറ്റുന്നതിനുള്ള സന്ദർഭമായും ഉപാധിയായും ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തുന്നത് ഏത് മോഡലാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ റെസിപ്രോക്കൽ മോഡൽ തന്നിട്ടുണ്ട്, മീഡിയേറ്റീവ് മോഡൽ തന്നിട്ടുണ്ട്, റെമഡിയൽ മോഡൽ തന്നിട്ടുണ്ട്, ഡെവലപ്മെന്റൽ മോഡൽ തന്നിട്ടുണ്ട്. ആൻസർ സി ആണ്, റെമഡിയൽ മോഡൽ ആണ് അല്ലെ. അപ്പോ എന്താണ് ഈ റെസിപ്രോക്കൽ മോഡൽ, എന്താണ് മീഡിയേറ്റീവ് മോഡൽ, എന്താണ് ഡെവലപ്മെന്റൽ മോഡൽ, എന്താണ് റെമഡിയൽ മോഡൽ എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ജസ്റ്റ് രണ്ടെണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെസിപ്രോക്കൽ മോഡല്, ഇതിനെ മീഡിയേറ്റീവ് മോഡൽ എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മീഡിയേറ്റീവ് മോഡൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടും സെയിം ആണ്. ദ മോഡൽ കെയിം ഇൻ ടു റിഫ്ലക്ഷൻ വെൻ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഇന്റർഫിയറൻസ് ഇൻ ദെയർ മ്യൂച്വൽ സ്ട്രൈവിംഗ്. ദ കോൺഫ്ലിക്റ്റ് അറൈസസ് ഫ്രം this perspective, the use of reciprocal model may become imperative. അതായത് സമൂഹവും വ്യക്തികളും അവരുടെ പരസ്പര പരിശ്രമത്തിൽ ഇടപെടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പോ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ യൂസ് ചെയ്യുന്നതാണ് റെസിപ്രോക്കൽ മോഡൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡെവലപ്മെന്റൽ മോഡലാണ് അല്ലെ. ഗ്രൂപ്പ് ഈസ് സീൻ ടു ബി ഇൻ ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ആൻഡ് ഫൗണ്ടഡ് ഓൺ ദ എസൻസ് ഓഫ് ഇന്റർഡിപെൻഡൻസ്. ഗ്രൂപ്പിനെ നമ്മളൊരു ക്ലോസ്നെസ്സിലും ഇന്റർഡിപെൻഡൻസിലും കാണുന്ന മോഡലാണ് ഡെവലപ്മെന്റൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റെസിപ്രോക്കൽ മോഡലും ഡെവലപ്മെന്റൽ മോഡലും. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൂപ്പ് വർക്ക്. ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് പ്ലാനഡ് ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ട്, രണ്ടാമത്തത് കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ ഉണ്ട്, മൂന്നാമത് പ്രോഗ്രസീവ് പ്രോഗ്രാം എക്സ്പീരിയൻസ് ഉണ്ട്, നാലാമത്തത് നോൺ ഗൈഡഡ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഉണ്ട്, അഞ്ചാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ട്, ആറാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി ഉണ്ട് അല്ലെ. ഇതിലേതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൂപ്പ് വർക്ക്? നമ്മൾ ഇതിന് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആൻസർ സി ആണ് വരുന്നത്. 1, 2, 3, 4, 5, 6 എല്ലാം എന്താണ്, ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൂപ്പ് വർക്ക് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതിലൊരു ഡൗട്ടും ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ കഴിയും, വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1, 2, 3, 5, 6 സോറി, ഇവിടെ 4 എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ആൻസർ സി ആണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നില്ല, 4 വരുന്നില്ല. ബാക്കി എന്താണ്, ബാക്കി എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വായിച്ചിട്ട് പഠിക്കണം. Then 26ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസാക്ഷണൽ അനാലിസിസ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് ഇൻട്രാപേഴ്സണൽ പ്രോസസ്. ഹു ഡെവലപ്ഡ് ദിസ് തെറാപ്യൂട്ടിക് പ്രോസസ്? ട്രാൻസാക്ഷണൽ അനാലിസിസ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? അതാണ് ഇതിന്റെ ചുരുക്കം. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് ഇൻട്രാപേഴ്സണൽ പ്രോസസ്സിനെ അനലൈസ് ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. ഈ തെറാപ്യൂട്ടിക് പ്രോസസ്സ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? എറിക് ബെന്നെ. സൈക്കോളജിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, എറിക് ബെന്നെ കേട്ടോ. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്, സോഷ്യൽ വർക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. Participants from opinion about the character and integrity of other participants and feel compelled to voice these opinions if they find someone shirking responsibility or attempting to dominate, and sometimes participants question the action or decision of the leader as the expedition grows harder. The above statement describe which of the following stage of group development? ഒരു ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, മറ്റാളുകളുടെ സ്വഭാവത്തെയും സമഗ്രതയെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ നിർബന്ധിതരാകുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ എന്താണ് പറയുക? അപ്പൊ ഇവിടെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ്, വേറെ ഒന്നുകൂടി ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. ഇതാണ് ആ സ്റ്റേജസ്: ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ്, അഡ്ജേണിങ് എന്ന് പറയുന്നത്. അതിൽ ഫോമിങ് എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ആൻഡ് സീക്ക് ടു എസ്റ്റാബ്ലിഷ് ഗ്രൗണ്ട് റൂൾസ്. ഇപ്പൊ ഒരു കളിക്കാൻ വന്നു, അപ്പൊ മെമ്പേഴ്സ് തമ്മിൽ അറിയുന്നു, അവരെന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സ്റ്റോമിങ് എന്താണ്? മെമ്പേഴ്സ് റെസിസ്റ്റ് കൺട്രോൾ ബൈ ഗ്രൂപ്പ് ലീഡേഴ്സ് ആൻഡ് ഷോ ഹോസ്പിറ്റാലിറ്റി. ഗ്രൂപ്പ് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ്
ലീഡേഴ്സിനെ കൺട്രോൾ ചെയ്യുകയും ഹോസ്പിറ്റാലിറ്റി ഷോ ചെയ്യുകയും ചെയ്യുന്നു. നോമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സ് വർക്ക് ടുഗദർ, മെമ്പേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഡെവലപ്പ് ക്ലോസ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. ഫീലിംഗ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്യുന്നു. പെർഫോമിങ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് വർക്ക് ടുവാർഡ്സ് ഗെറ്റിംഗ് ദെയർ ജോബ്സ് തന്നെ, അവരുടെ ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുന്നു. ആർട്ട് ജേർണി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് മേ ഡിസ്കാർഡ് ദെയർ ഗോൾസ് ഓർ മെമ്പേഴ്സ് ലീവ് ദ ഗ്രൂപ്പ്, അവർക്ക് ഇപ്പൊ ഒരു കളി ഉണ്ട്, ആ കളി എല്ലാം കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും. അതാണ് ആർട്ട് ജേർണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ വെച്ചാല് ഒരാളുകളുടെ സ്വഭാവത്തെയും ഒരു ഗ്രൂപ്പിലുള്ള ആളുടെ സ്വഭാവത്തെയും ലീഡർഷിപ്പിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഒരു ഇത് ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ. മെമ്പേഴ്സ് റെസിസ്റ്റ് കൺട്രോൾ ബൈ ഗ്രൂപ്പ് ലീഡേഴ്സ് ആൻഡ് ഷോ ഹോസ്പിറ്റാലിറ്റി. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റോമിംഗ് ആണ്. ഫോമിംഗ് എന്താണെന്നും നോമിംഗ് എന്താണെന്നും പെർഫോമിംഗ് എന്താണെന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കേണ്ടതുണ്ട്. then 28ാമത്തെ എന്ന് പറയുന്നത് അൺസ്പോക്കൺ ആൻഡ് അൺറിട്ടൺ സെറ്റ് ഓഫ് informal agreements that govern the individual's behavior in the group is called unspoken and unwritten set of informal agreements. ഇൻഫോർമൽ അഗ്രിമെന്റ്സിൽ വരുന്ന അൺസ്പോക്കണും അൺറിട്ടണുമായ സെറ്റിനെ, അതായത് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഓരോ വ്യക്തികളുടെയും ബിഹേവിയറിനെ ഗവേൺ ചെയ്യുന്ന സം സെറ്റ് ഓഫ് അൺസ്പോക്കൺ ആൻഡ് അൺറിട്ടൺ ഇൻഫോർമൽ അഗ്രിമെന്റ്സിനെ നമ്മൾ എന്താ പറയാന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഗ്രൂപ്പ് ഡൈനാമിക്സും കൊഹിഷനും മൊറാലും നോംസ് ഒക്കെ എന്താന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ എന്താണ് നോംസ് അല്ലെ, നമ്മൾ അവിടെ പറഞ്ഞു സെറ്റ് ഓഫ് റൂൾസ് എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സെറ്റ് ഓഫ് ഇൻഫോർമൽ അഗ്രിമെന്റ്സ് അല്ലെ, അതിനെയാണ് ഗ്രൂപ്പ് നോംസ്. അതൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഗ്രൂപ്പ് നോംസ് അത് പഠിച്ചവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. then 29 which among the following is not a principle of community organization. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. നോൺ ഇൻഡിവിജ്വലൈസേഷൻ ആണോ, ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് ആണോ, അക്സെപ്റ്റൻസ് ആണോ, കമ്മ്യൂണിറ്റി സെൽഫ് ഡിറ്റർമിനേഷൻ ആണോ? ഇവിടെ ആൻസർ നോൺ ഇൻഡിവിജ്വലൈസേഷൻ ആണ് അല്ലെ. ഇൻഡിവിജ്വലൈസേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോൺ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾ അല്ല. then 30ാമത്തത് ഹൈ ഗ്രൂപ്പ് മോറൽ എക്സ്പീരിയൻസ്ഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ആൽക്കഹോളിക് അനോണിമസ് ക്യാൻ. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു, ആൽക്കഹോളിക് യൂസേജ് കൂടുന്നു. അപ്പൊ അവിടെ എന്താണ്, ആ ഗ്രൂപ്പിന് എന്താ സംഭവിക്കുക എന്നാ ചോദിച്ചത്. ഡിക്രീസ് സ്റ്റെബിലിറ്റി ഓഫ് ഗ്രൂപ്പിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നു, കുറയാണോ ചെയ്യുന്നത്, സ്റ്റെബിലിറ്റി കൂടാണോ ചെയ്യുന്നത്, ഇഫക്റ്റ് ഇല്ലാണ്ടിരിക്കാണോ, നൺ ഓഫ് ദി എബവ് ആണോ? ബി ആണ്, ഇൻക്രീസ് സ്റ്റെബിലിറ്റി ഗ്രൂപ്പ് ആണ് അല്ലെ. ഹൈ ഗ്രൂപ്പ് മോറൽ എക്സ്പീരിയൻസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ആൽക്കഹോളിക് അനോണിമസ് ക്യാൻ അല്ലെ. ചിലപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫ്രണ്ട്സുകളൊക്കെ ഒരുമിച്ചിരുന്ന് കൂടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എന്നും എന്ത് ചെയ്യുന്നു, ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടും. അപ്പൊ സ്റ്റെബിലിറ്റി അവിടെ കൂടെ ചെയ്യുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ which method of social work is related to the process of transforming social policy into social welfare. സോഷ്യൽ വർക്കിന്റെ ഏത് മെത്തേഡാണ്, നമ്മൾ ഇതിന് മുന്നേയും മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ വർക്കിന്റെ ഏത് മെത്തേഡാണ് സോഷ്യൽ പോളിസിയെ സോഷ്യൽ വെൽഫെയറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്? സോഷ്യൽ പോളിസിനെ സോഷ്യൽ വെൽഫെയറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് സോഷ്യൽ വർക്ക് റിസർച്ച് ആണോ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആണോ, സോഷ്യൽ ആക്ഷൻ ആണോ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാലാണ് ഇതിന്റെ ആൻസർ ഡി, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് ഈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ്. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? സോഷ്യൽ ജസ്റ്റിസ് ആണോ, ഹോം അഫയേഴ്സ് ആണോ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണോ, റൂറൽ ഡെവലപ്മെന്റ് ആണോ? വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് വരുന്നത്. നമുക്ക് ചിലപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ആണെന്നൊക്കെ തോന്നിപ്പോകും, പക്ഷെ അല്ല. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിക്ക് കീഴിലാണ് സോഷ്യൽ വെൽഫെയർ ബോർഡ് വരുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ എ ചൈൽഡ് അണ്ടർ പോസ്കോ ആക്ട് ഈസ് അണ്ടർ ദ ഏജ് ഓഫ്. അല്ലെ, ഒരു കുട്ടി പോസ്കോ ആക്ടിൽ ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അതൊരു പോസ്കോ ആക്ട് ആയിട്ട് മാറ്റണമെങ്കിൽ ആ കുട്ടിക്ക് എത്ര വയസ്സിന്റെ കീഴിലുള്ള കുട്ടിയായിരിക്കും? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, 18 വയസ്സ് അല്ലെ. 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ നമ്മൾ എന്തെങ്കിലും ശാരീരികപരമായിട്ട് അവർ ഉപദ്രവിക്കുകയോ മെന്റലി ഹറാസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, പോസ്കോ ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. then 34ാമത്തെ ക്വസ്റ്റ്യൻ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി ഈസ് എ. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ഒരു ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, ഓട്ടോണമസ് ബോഡിയാണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്താണ്, ഓട്ടോണമസ് ബോഡി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാലാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ദെൻ 35ാമത്തെ ക്വസ്റ്റ്യൻ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കത് എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 24 ആണ്. 23യും 24ഉം അല്ലെ, 23യും 24ഉം അടുത്തടുത്താണ് കിടക്കുന്നത്. ദെൻ 70 അൺടച്ചബിലിറ്റി ആണ്. 21 എന്താണ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാന്നൊക്കെ നമുക്കറിയാം. 23യും 24ഉം ആണ് കുട്ടികളുമായി ബന്ധപ്പെട്ട ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 23 ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്നു ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. Then 36ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇയർ അമെൻമെന്റ് ആഡഡ് ദ ഗ്രൂപ്പ് അഡോളസൻ ഇൻ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്? ഏത് ഇയറിലെ അമെൻമെന്റ് ആണ് ഗ്രൂപ്പ് അഡോളസൻ ഇൻ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഉൾക്കൊള്ളുന്നത്? ഗ്രൂപ്പ് അഡോളസൻ ഇൻ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഏത് അമെൻമെന്റിന് കീഴിലാണ് വരുന്നത്? ഏത് ഇയറിലെ അമെൻമെന്റ് കീഴിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്? ആൻസർ സി 2016 ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബോഡി ഇൻ ഇന്ത്യ ഡിസൈഡ്സ് ഇഫ് എ ചൈൽഡ് ഇൻവോൾവ്ഡ് ഇൻ എ ക്രൈം ഷുഡ് ബി ട്രെയിൽഡ് ആസ് ആൻ അഡൾട്ട് ഓർ നോട്ട്? അതായത് 37ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ബോഡി ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ഏത് ബോഡിയാണ് ഡിസൈഡ് തീരുമാനിക്കുന്നത് ഇഫ് എ ചൈൽഡ് ഇൻവോൾവ് ഇൻ എ ക്രൈം, ഒരു കുട്ടി ഒരു ക്രൈമിൽ ഇൻവോൾവ് ചെയ്തു, ഷുഡ് ബി ട്രെയിൽഡ് ആസ് ആൻ അഡൾട്ട് ഓർ നോട്ട്? അതായത് കുട്ടികൾ ഒരു ക്രൈമിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഏത് ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഒരു പണിഷ്മെന്റ് ക്രൈം ഒക്കെ നോക്കുന്നത് ചോദിക്കുക. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അല്ലെ, അറിയാം നമുക്ക് ജുവനൈൽ കോടതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയാം. ദെൻ 38ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞത് ദ പ്രൊവിഷൻ ഓഫ് പ്രൊഹിബിഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ആർ നോട്ട് ഓൺലി കൺഫൈൻഡ് ടു ജുവനൈൽസ് ബട്ട് ആൾസോ ഫോർ അഡൾട്ട്. കുറ്റവാളി നിരോധന നിയമം പ്രൊഹിബിഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്നത് പ്രായപൂർത്തിയായവർക്ക് മാത്രമല്ല, പ്രായപൂർത്തിയായവർക്കും ബാധകമാണ്. അഡൾട്ടിനും അതുപോലെ തന്നെ ജുവനൈൽസിനും ഇത് ബാധകമാണ് പ്രൊഹിബിഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. Then statement 2 എന്താണ്? The provision of probation of offenders act are only confined to offense under Indian Penal Code only. കുറ്റവാളികളുടെ പ്രൊബേഷൻ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു അല്ലെ. ഇപ്പൊ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്തെ വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നും. ഒന്നാമത്തെ വായിക്കുമ്പോൾ നമുക്കറിയാം ശരിയാണ് അല്ലെ, പ്രായപൂർത്തിയായവർക്കും പ്രായപൂർത്തി അല്ലാത്തവർക്കും എന്തുണ്ട്, കുറ്റവാളി നിരോധന നിയമം ബാധകമാണ്. അപ്പോ ഓപ്ഷൻ എ 1 only, അതാണ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്ന് പറയുന്നത്. ദെൻ 39ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഡിസബിലിറ്റി ആക്ട്? ഈ താഴെ തന്നിരിക്കുന്നവര് ഡിസബിലിറ്റി ആക്ടിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബ്ലൈൻഡ്നെസ്, ഓപ്ഷൻ ബി ഡെഫ്നെസ്, ഓപ്ഷൻ സി ആസിഡ് അറ്റാക്ക്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ബ്ലൈൻഡ്നെസ് ഡെഫ്നെസ് അത് രണ്ടും കേൾക്കുമ്പോൾ നമുക്കറിയാം ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആസിഡ് അറ്റാക്ക് മാത്രമായിരിക്കും നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കുക, പക്ഷെ ഇവിടെ എന്താണ് ബ്ലൈൻഡ്നെസ്സും ഡെഫ്നെസ്സും എന്തായാലും ഇതിൽ വരുന്നറിയാം. അപ്പൊ ഓൾ ഓഫ് ദി എബവ് ആണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ കഴിയും. The last question ആണ് 40ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ബോഡി ഇനീഷ്യേറ്റഡ് ദ പോസ്കോ ഇബോക്സ് ആൻഡ് ഓൺലൈൻ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഫോർ ഈസി ആൻഡ് ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് സെക്ഷൽ ഒഫൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ? അതായത് ഏത് ബോഡിയാണ് ഇപ്പൊ പോസ്കോ കേസുകൾക്ക് ഇബോക്സ്, അതായത് ഓൺലൈൻ കംപ്ലൈന്റ് കൊടുക്കുമല്ലോ പോസ്കോ കേസുമായി ബന്ധപ്പെട്ടത്, അപ്പൊ അത് മാനേജ് ചെയ്യുന്നതും അത് വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കാനൊക്കെ ഉള്ള ഏത് ബോഡിയാണ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ആണോ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ആണോ, നാഷണൽ കമ്മീഷൻ ഓഫ് വുമൺ ആണോ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആണോ? ഇതാണ് ചോദിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ആണ്. ഇത്തരത്തിലുള്ള ഇ ബോക്സ് അതായത് ഓൺലൈൻ കംപ്ലൈന്റുകൾ മാനേജ് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ അതിന്റെ റിപ്പോർട്ടുകൾക്ക് ഉണ്ടാക്കാൻ ഇനീഷ്യേറ്റ് ചെയ്തെടുക്കുന്ന ബോഡി എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ഇത്രയും 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വളരെ നമുക്ക് ലാസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് പഠിച്ച വേഗം ആൻസർ കിട്ടുന്നതാണ്. ബാക്കിയുള്ളതാണ് കുറച്ച് ആപ്ലിക്കൻസ് ലെവലിൽ നമുക്ക് തോന്നുന്നത്. അതും ചില കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ എക്സാമ്പിൾ വൈസും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ കീഴിൽ നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ജാനുവരി 21 സൺഡേ രാത്രി 8 മണിക്ക്. അപ്പോൾ നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2ന്റെ സാധ്യതകളെ കുറിച്ചിട്ടും
അതിന്റെ സിലബസിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വെബിനാർ സംഘടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്ലാസ് ആ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.